ഇന്നിവിടെ നമ്മളൊരു പൊട്ടാറ്റോ മസാലക്കറി ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് പാത്രം എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോഴത്തേക്ക് നമ്മൾക്ക് ഉള്ളി വഴറ്റാനിടാം. ഉള്ളി ഒരുവിധം വഴണ്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ മുറിച്ച് വെച്ച് ഇഞ്ചി, വെളുത്തുള്ളിയും പച്ചമുളകും ആഡ് ചെയ്യുക. പിന്നെ അതിന് ശേഷം കട്ട് ചെയ്ത് വെച്ച ടൊമാറ്റോയും പൊട്ടാറ്റോയും കൂടെ ഇട്ട് കൊടുക്കുക. അതൊന്ന് കുക്കായി വരുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ആഡ് ചെയ്യുക. എന്നിട്ട് നമ്മളത് വെന്ത് വരാൻ വേണ്ടിയിട്ട് അടച്ച് വെക്കാം. അപ്പോൾ അതിനുള്ള അരപ്പ് തയ്യാറാക്കാം. അതിന് 1 ടീസ്പൂൺ മുളക് പൊടിയും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും അതൊന്ന് ചൂടാക്കിയെടുക്കുക. എന്നിട്ട് നമുക്കത് കുറച്ച് തേങ്ങ, ചെറിയ ജീരകം അതിൻ്റെ കൂടെ ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ വെന്ത് വന്ന ഉരുളക്കിഴങ്ങ് അതിലേക്ക് ഈ അരച്ച് വെച്ച് അരപ്പൊഴിക്കുക. അത് നന്നായിട്ടൊന്ന് തിളക്കാൻ വിടാം. അപ്പോഴത്തേക്ക് കുറച്ച് കുരുമുളക്, പിന്നെ കുറച്ച് ഗരം മസാല അത് രണ്ടും ആഡ് ചെയ്ത് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തിട്ട് നമുക്ക് വാങ്ങി വെക്കാം. പിന്നെ ഇനി കാച്ചി ഒഴിക്കാൻ വേണ്ടിയിട്ട് ഉള്ളിയും കറിവേപ്പിലയും. അപ്പോൾ അത് കാച്ചി ഒഴിച്ചാൽ നമ്മുടെ ഉരുളക്കിഴങ്ങ് മസാലക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിന്ന് അതിൻ്റെ കൂടെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഗോതമ്പ് ദോശയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഗോതമ്പ് ക്രഷ് ചെയ്തത് കുതിർത്ത് വെച്ചതാണ്. അപ്പോൾ അത് കുറച്ച് തേങ്ങയും ഉള്ളിയും കൂടെ അരച്ചിട്ട് ദോശയുടെ മാവുണ്ടാക്കാം. അപ്പോൾ അതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്, ദോശയും പൊട്ടാറ്റോ മസാലക്കറിയും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, എങ്ങനെ ടേസ്റ്റ് ഉണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് കമൻറ്റ് പറയണേ. താങ്ക് യു.